നമുക്കിന്ന് 2025 നൊബേൽ സമ്മാനത്തെക്കുറിച്ച് നോക്കാം. PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് നൊബേൽ സമ്മാനം. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെങ്കിൽ വളരെ ഡീപ്പായി തന്നെ നമുക്ക് ഈ മേഖല നോക്കേണ്ടതുണ്ട്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് USA-കാരായ മേരി ഇ ബ്രോങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ജപ്പാൻകാരനായ ഷിമോൺ സക്കാഗുചി എന്നിവർക്കാണ്. ഇതിൽ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ നേടുന്ന 14ാമത്തെ വനിതയാണ് മേരി ഇ ബ്രോങ്കോ. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച നിർണായക കണ്ടെത്തലിനാണ് മൂവർക്കും നൊബേൽ സമ്മാനം ലഭിച്ചത്. അതായത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിന്. എന്താണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്? ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും ടിഷ്യൂകളെയും ആക്രമിക്കാതെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് പെരിഫറൽ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. ഇവിടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കാതെ രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി T സെല്ലുകളെ തിരിച്ചറിഞ്ഞതിലൂടെയാണ് ഇവർ നൊബേൽ സമ്മാനത്തിന് അർഹത നേടിയിരിക്കുന്നത്. പ്രതിരോധ സംവിധാനത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് UK-കാരനായ ജോൺ ക്ലർക്ക്, ഫ്രാൻസുകാരനായ മൈക്കിൾ എച്ച് ഡിവോറൈറ്റ്, USA-കാരനായ ജോൺ എം മാർട്ടിനൻസ് എന്നിവർക്കാണ്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ ക്വാണ്ടൈസേഷൻ കണ്ടുപിടുത്തത്തിലൂടെയുമാണ് ഇവർ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹത നേടിയിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന് നൊബേൽ ലഭിക്കുന്നത് 3 വർഷത്തിൽ ഇത് 2ാം തവണയാണ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ രൂപപ്പെട്ടതിൻ്റെ 100ാം വർഷം തികയുന്ന വർഷമാണ് 2025. അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയായി ഡിക്ലെയർ ചെയ്തതും 2025 തന്നെയാണ്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജപ്പാൻകാരനായ സുസുമു കിറ്റഗാവ, ഓസ്ട്രേലിയക്കാരനായ റിച്ചാർഡ് റോബ്സൺ, USA-കാരനായ ഒമർ എം യോഗി എന്നിവരാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് അഥവാ MOF ഇവ വികസിപ്പിച്ചതിലൂടെയാണ് മൂവരും രസതന്ത്ര നൊബേലിന് അർഹരായത്. എന്താണ് MOF എന്ന് നോക്കാം. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളോട് കൂടിയ ഘടനയുള്ള ക്രിസ്റ്റലുകളാണ് MOF എന്ന് പറയുന്നത്. മോളിക്യുലാർ ആർക്കിടെക്ചർ അഥവാ തന്മാത്രാ നിർമ്മിതികൾ എന്നാണ് നൊബേൽ കമ്മിറ്റി ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ സൂക്ഷ്മ അറകൾക്ക് ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ശേഖരിക്കാനും ആവശ്യമുള്ളപ്പോൾ വിട്ടു നൽകാനും കഴിയും. കൂടാതെ വായുവിൽ നിന്നും വെള്ളം വേർതിരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കാനുമുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഈ MOF-ന്റെ കണ്ടുപിടുത്തത്തിലൂടെ നമുക്ക് മരുഭൂമിയിൽ മഴ പെയ്യ്ക്കാൻ വരെ സാധിക്കുമെന്നാണ് പറയുന്നത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്കാണ്. ഇദ്ദേഹം ഹംഗറിക്കാരനാണ്. ഹംഗറിയിൽ നിന്നും സാഹിത്യ നൊബേൽ ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് ലാസ്ലോ ക്രസ്നഹോർക്കെ. 2002 നൊബേൽ ലഭിച്ച ഇമ്രെ കെർട്ടസ് ആണ് സാഹിത്യ നൊബേൽ ലഭിച്ച ആദ്യ ഹംഗറിക്കാരൻ. 2015 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ലഭിച്ചതോടുകൂടി ലാസ്ലോ ക്രസ്നഹോർക്കെ മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗറിക്കാരനായി മാറി.
1985 പുറത്തിറക്കിയ സെയ്റ്റൻ ടാൻഗോയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ. ഉത്തരാധുനിക ശൈലിയിൽ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന ഈ നോവലിന് 2013 അമേരിക്കൻ സാഹിത്യ പുരസ്കാരമായ ബെസ്റ്റ് ട്രാൻസ്ലേറ്റ് ബുക്ക് അവാർഡ് ഇൻ ഫിക്ഷനും അർഹമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ കൂടി നോക്കാം. ദ വേൾഡ് ഗോസ് ഓൺ, ദ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സിബോ ദെയർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമാൻ. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഫിലിപ്പ് അഗിയോൺ. ഇദ്ദേഹം ഫ്രാൻസുകാരനാണ്. ജോയൽ മോഗിർ, ഇദ്ദേഹം ഒരു അമേരിക്കൻ ഇസ്രായേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം ചോദിച്ചാൽ നെതർലാൻഡാണ്. പീറ്റർ ഹവ്വിറ്റ്, ഇദ്ദേഹം കനേഡിയനാണ്. ഈ 3 പേർക്കുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹവ്വിറ്റിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നവീകരണത്തിനധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോഗിറിന് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സമ്മാന തുകയുടെ പകുതി ജോയൽ മോഗിറിനും ബാക്കി പകുതി ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹവ്വിറ്റും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 പുസ്തകങ്ങൾ കൂടി നോക്കി വയ്ക്കാം. എ കൾച്ചർ ഓഫ് ഗ്രോത്ത്, ദി ഒറിജിൻസ് ഓഫ് ദി മോഡേൺ ഇക്കോണമി എന്ന ബുക്ക് എഴുതിയത് ജോയൽ മോഗിറാണ്. ഇത് 2016 പ്രസിദ്ധീകരിക്കുന്നത്. 2021 കോവിഡ് കാലഘട്ടത്തിൽ സെലിൻ ആൻ്റോണിൻ, സൈമൺ ബുനൽ എന്നിവരുമായി ചേർന്ന് ഫിലിപ്പ് അഗിയോൺ എഴുതിയ പുസ്തകമാണ് ദ പവർ ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നത്. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് വെനസ്വേലക്കാരിയായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന 20ാമത്തെ വനിതയാണ് മരിയ കൊറീന മച്ചാഡോ. ജനാധിപത്യ പോരാട്ടത്തിനാണ് ഇവർ സമാധാന നൊബേലിന് അർഹയായിരിക്കുന്നത്. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്കാണ് നൊബേൽ കിട്ടിയിരിക്കുന്നത്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് ഇവർ. കൂടാതെ 2002 സുമൈറ്റ് എന്ന സംഘടനയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രശസ്തമായ വാക്കുകളാണ് വെടിയുണ്ടയേക്കാൾ നല്ലത് ബാലറ്റ് പേപ്പറുകളാണ് എന്നത്.